ഹലോ ഫാമിലി, ദിസ് ഇസ് മലയാളം ത്രോട്ടൽ. അപ്പോൾ നമ്മുടെ ബൈക്കേഴ്സിൻ്റെ ഇടയ്ക്ക് കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ചെയിൻ ക്ലീനിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ ചെയിൻ എങ്ങനെ പ്രോപ്പറായിട്ട് സേഫായിട്ട് ക്ലീൻ ചെയ്യാം എന്നൊരു വീഡിയോ ആണിത്. സോ ലാസ്റ്റ് വരെ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കാണിക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഇതൊരു 500 കിലോമീറ്റർ ആയിട്ടുണ്ട് ഞാൻ ഇതിൽ ലൂബ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീനും ലൂബും ചെയ്യാൻ പോവാണ്. കണ്ടോ, നല്ല രീതിയിലുള്ള ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കിറ്റാണ് ഇത്. അതായത് റോയൽ എൻഫീൽഡിൻ്റെ എസെൻഷ്യൽസ് ആയിട്ടുള്ള ചെയിൻ മെയിൻ്റെനൻസ് കിറ്റാണ്. ഇതിൻ്റെ പ്രൈസ് 600 രൂപയാണ്. ആൻഡ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അതായത് 2 ചെയിൻ ക്ലീനറും ഒരു ലൂബും കിട്ടുന്നുണ്ട്. വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. ആക്ച്വലി പ്രൊമോഷനൊന്നും അല്ല, ആക്ച്വലി നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് 3 ക്യാന്, അതായത് 2 ക്ലീനറും ഒരു ലൂബ്രിക്കൻറ്റും. പിന്നെ നമുക്ക് ചെയിൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ ആവശ്യമാണ്. അതായത് ഒരു ഇങ്ങനത്തെ ബ്രഷ്, പിന്നെ ഇത് പൊട്ടിപ്പോയതാണ് കേട്ടോ, ഞാൻ കാരണം പറഞ്ഞുതരാം. പിന്നെ ഒരു ടൂത്ത് ബ്രഷ്, പിന്നെ നമ്മളൊരു മൈക്രോഫൈബർ ക്ലോത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നോർമൽ ക്ലോത്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മൈക്രോഫൈബർ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്ലീനർ അതായത് ലൂബ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്ട്രോ വരുന്നുണ്ട്. അത് ഇതിൽ അറ്റാച്ച് ആക്കിയിട്ട് വേണം നമ്മൾ യൂസ് ആക്കാൻ. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ സ്പ്രെഡായി പോയില്ല, കറക്റ്റായിട്ട് അത് എവിടെയാണോ വേണ്ടത് അവിടെ അത് അപ്ലൈ ആയിക്കോളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയിൻ ക്ലെൻസർ നമ്മൾ അതിൽ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ച് അടിച്ചാൽ മതി. അതായത് നമ്മുടെ ഫിംഗേഴ്സ് കുറച്ച് സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടിക്കാം. ഇപ്പോൾ നമ്മൾ ആ ചെയിൻ ക്ലീനർ അടിച്ചപ്പോൾ ആ പൊടിയും ചളിയൊക്കെ അത് ഡിസോൾവ് ആയിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒറ്റുന്നുണ്ടോ. അപ്പോൾ ഇത് മൊത്തം നമ്മൾ 2 മിനിറ്റ് ഇങ്ങനെ വിടുക. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല രീതിക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഈ സാധനം പൊട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വണ്ടി റണ്ണിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചതാണ്, അത് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായി പോയി. സോ ഇതുള്ളതുകൊണ്ട് ഇതാണ് മുറിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിഞ്ഞേനെ. സോ ഇത് നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതങ്ങനെ 2 സൈഡ് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. സോ നല്ല രീതിക്ക് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ ഗൈസ്, വീഴുന്നുണ്ടോ? നമ്മൾ ഇത്രയും ഡേർട്ട് ഇതിലുണ്ടായിരുന്നതാണ്. സോ നമ്മളിതങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബ്രഷ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തെത്താത്ത ഏരിയസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ബ്രഷ് കൊണ്ട് പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയിൻ വൈപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്, ഇവിടെ നിന്ന് വേണം ചെയ്യാൻ. കാരണം നമ്മുടെ കൈ അതിൽ പെടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ കാരണം ഇങ്ങനെ ബാക്കോട്ടൊക്കെ ആക്കുമ്പോൾ ചിലപ്പോൾ കൈ അതിൽ പെട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും നോക്കുക ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ തുടച്ച് വരിക. കുറച്ചും കൂടി സേഫർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണത്. നമ്മളത് ശ്രദ്ധിച്ചു പോയില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൈ എന്തായാലും മുറിയും ഉറപ്പാണ്. കാരണം അത്രയും പ്രഷർ ഉണ്ട് ആ ചെയിനിന്. അപ്പോൾ നമ്മൾ മൊത്തം ചെയിൻ ഇങ്ങനെ അതിൻ്റെ ആ ക്ലീനറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൊത്തം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ചെയിൻ നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാ ഡേർട്ടും എല്ലാ ക്ലീനറും നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ അടുത്ത പരിപാടി ലൂബ് അടിക്കാവുന്നതാണ്. നമ്മൾ ലൂബ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ചെയിന് ഇത് ഓറിങ് ചെയിനാണ്. അത് ഓറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റബ്ബറിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും. നിങ്ങൾക്ക് എത്രത്തോളം കാണണമെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റബ്ബർ മെറ്റീരിയൽ ഉണ്ടാവും. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ലൂബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഇങ്ങനെ നിൽക്കാനാണ്. അതായത് മെറ്റൽ ടു മെറ്റൽ വിയർ ആൻഡ് ടയർ ഇല്ലാണ്ടിരിക്കാനാണ് ഓറിങ്. വേറെ ടൈപ്പ് അതായത് നോർമൽ ചെയിനും ഉണ്ട്, അതിൽ ഈ ഓറിങ് കാണില്ല. സോ അതിൽ പെട്ടെന്ന് അതിൻ്റെ ലൈഫ് കമ്മിയായിരിക്കും. അപ്പോൾ നമ്മൾ ലൂബ് അടിക്കുമ്പോൾ ഈ ഓറിങ്ങിൽ വേണം നമ്മൾ ഫസ്റ്റ് അടിക്കാനായിട്ട്. സോ ഇതാണ് നമ്മുടെ ചെയിൻ ലൂബ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അടിക്കാം. നമ്മൾ ചെയിൻ ലൂബ് അടിക്കുമ്പോൾ എപ്പോഴും ആ ഓറിങ്ങിൻ്റെ അവിടെ വേണം അടിക്കാനായിട്ട്. ഈ ചെയിനിൻ്റെ സെൻറ്ററിലൊന്നും അടിക്കേണ്ട കാര്യമില്ല. കാരണം അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ചെയിനിൻ്റെ സൈഡിലും പിന്നെ ഈ ഓറിങ്ങിൻ്റെ അവിടെയാണ് നമുക്ക് മെയിനായിട്ട് ചെയിൻ ലൂബ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഓറിങ്ങിലും അതേപോലെ തന്നെ സൈഡ് വാളിലും നല്ല രീതിക്ക് ലൂബ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതിനെങ്ങനെ സെറ്റിൽ ചെയ്യാൻ വിടുക. അപ്പോൾ നമ്മൾ ചെയിൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് ലൂബും ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ 3 വർഷമായിട്ട് വണ്ടി വാങ്ങിച്ചിട്ട്, അപ്പോൾ ഷോറൂമിൽ അങ്ങനെയാണോ ചെയിൻ കിട്ടിയത് ഏകദേശം അതുപോലെ തന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനൽ വരുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് യുവർ മലയാളം ത്രോട്ടൽ സൈനിങ് ഓഫ്.